ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇക്ക. മമ്മൂട്ടിക്ക് മുൻപിൽ വിതുമ്പി സിദ്ദിഖ്. തനിക്കെതിരെ ഉന്നയിച്ച ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ ഒളിവിൽ പോയ സിദ്ദിഖ് മലയാളത്തിന്റെ അമ്മ ശ്രീമതി കവിയൂർ പൊന്നമ്മയുടെ മരണാനന്തര ചടങ്ങുകളിലാണ് പ്രത്യക്ഷപ്പെട്ടത്. തന്റെ മാതാവിന് തുല്യമായ കവിയൂർ പൊന്നമ്മയെ കാണാൻ സിദ്ദിഖ് എത്തിയതായിരുന്നു. അവിടെ വെച്ചാണ് ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. സിദ്ദിഖിനെ കണ്ടതും പൊടുന്നനെ മമ്മൂട്ടി മുഖം തിരിച്ചു. സിദ്ദിഖ് കൈകൊടുക്കാൻ ചെന്നിരുന്നെങ്കിലും മമ്മൂട്ടി അത് വകവയ്ക്കാതെ അവിടെ ഇരിപ്പിടത്തിൽ തന്നെയിരുന്നു. അവിടെ വെച്ച് മമ്മൂട്ടിയോട് ലാലേട്ടൻ പറഞ്ഞതിന് ശേഷമാണ് മീഡിയക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മമ്മൂട്ടി സിദ്ദിഖിനെ ഷെയ്ക്കാൻ ചെയ്ത് സ്വീകരിച്ചത്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മമ്മൂട്ടിയുടെ മുന്നിൽ എത്തിയ സിദ്ദിഖ് വളരെ വൈകാരികമായി മമ്മൂട്ടിയോട് മാപ്പ് അപേക്ഷിച്ചു. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇക്ക. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ ഇക്കയുടെ മുന്നിൽ വന്ന് നിൽക്കില്ലായിരുന്നു. തന്റെ ഏറെ പ്രിയപ്പെട്ട മകൻ ഈ അടുത്തിടെ മരണപ്പെട്ടിരുന്നു. ആ ദുഃഖത്തിൽ നിന്നും ഒന്ന് കരകയറുന്നതിന് മുൻപാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്നത്. മലയാള സിനിമയിലെ മുടിചൂടാ മന്നനായി കൊടുക്കുന്ന വേഷമെല്ലാം അതിമനോഹരമായി അഭിനയിച്ച് എതിരാളികളില്ലാതെ പാഞ്ഞുകൊണ്ടിരുന്ന നടനായിരുന്നു സിദ്ദിഖ്. ഉടനെ വന്ന ഈ ലൈംഗിക ആരോപണം നടന്റെ കരിയറിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. മലയാള സിനിമയിൽ പൊതുവെ ഉള്ള പ്രതിഭാദാരിദ്ര്യം മൂലം സിദ്ദിഖ് ചെയ്യേണ്ട വേഷത്തിന് പകരം ആളെ കണ്ടെത്താനാവാതെ പല സിനിമകളുടെയും സംവിധായകന്മാർ നെട്ടോട്ടം ഓടുകയാണ്. നായർ സാബിന്റെ സെറ്റിൽ വെച്ച് മമ്മൂക്കയുമായി തുടങ്ങിയ സഹോദരബന്ധമാണ് സിദ്ദിഖിന്റേത്. ഏതെങ്കിലും പെണ്ണ് കേസിൽ പെട്ടു എന്നറിഞ്ഞാൽ പിന്നെ മമ്മൂക്കയുടെ മനസ്സിൽ അയാൾക്ക് സ്ഥാനമില്ല എന്നുള്ളത് മലയാള ചലച്ചിത്ര ലോകത്തെ ഒരു അലിഖിത നിയമമാണ്. ലാലേട്ടൻ പക്ഷേ അങ്ങനെയല്ല. ശരിയും തെറ്റും എല്ലാം വേറൊരു തലത്തിൽ നിന്ന് കാണുന്ന ആളാണ്. മമ്മൂക്കയുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ സിദ്ദിഖിനെ മമ്മൂക്ക ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മനസ്സിൽ നീ തെറ്റുകാരനല്ല. നീ നിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ നീ എന്റെ മനസ്സിൽ പഴയ സ്ഥാനം തന്നെയാണ് നിനക്ക്. നീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ നിനക്ക് എന്റെ മനസ്സിൽ സ്ഥാനമില്ല. സിദ്ദിഖ് നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കണം. അതുപോലെ തന്നെ ആ സ്ത്രീക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ കാരണക്കാരനായ ആര് തന്നെ ആയാലും അയാൾ നിയമത്തിന്റെ മുന്നിൽ വന്ന് ശിക്ഷ ഏറ്റുവാങ്ങണം. കേരളത്തിലെ ഒരു സ്ത്രീയെയും ആരും യാതൊരു വിധത്തിലുള്ള ഒരു ഉപദ്രവവും ചെയ്യാതെ സ്ത്രീകളെ ബഹുമാനിച്ച് മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യണം. സിദ്ദിഖിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതും അതേ തുടർന്ന് മകന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് വന്ന് സന്തോഷത്തോടുകൂടി പങ്കെടുത്തതും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള എല്ലാ ചുവടുകളും സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് വേണം